ചാണ്ടിയുമ്മനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. കോൺഗ്രസിന്റെ നടപ്പ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചാണ്ടിയുമ്മൻ സ്വീകരിച്ച നിലപാടുകളാണ് അതൃപ്തിക്ക് കാരണം. അദ്ദേഹത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഓർമ്മയിൽ ഉമ്മൻചാണ്ടി പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചാണ്ടിയുമ്മന്റെ പ്രസംഗം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്നും ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടിയുമ്മൻ പറയുന്നുണ്ട്. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുകയാണ്. കാരണം അങ്ങയെ കാണുവാൻ ഞാൻ വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ വേട്ടയാടിയവരിൽ 1ാം സ്ഥാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി നേരിട്ട പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാകാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. കോൺഗ്രസിലെ അധികാരമോഹികൾ തുടങ്ങിവെച്ചതാണെങ്കിലും അത് എടുത്തു ഉപയോഗിച്ചത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF ആയിരുന്നു. 1ാം പിണറായി സർക്കാരെ അധികാരത്തിൽ എത്തിച്ചത് സോളാർ വിവാദവുമായിരുന്നു. ഉമ്മൻചാണ്ടി പീഡിപ്പിക്കപ്പെട്ടത് മുഴുവൻ സോളാർ കേസിന്റെ കാര്യത്തിലുമാണ്. തോറ്റിട്ടില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സോളാറിന് കഴിഞ്ഞു. 2 തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് അധികാര നഷ്ടത്തിനും സോളാർ വഴിവെച്ചു. സാമ്പത്തിക ആരോപണത്തിലും ലൈംഗിക ആരോപണത്തിലും 8 വർഷത്തോളം ഈ കേസ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം സ്വന്തം പോലീസുകാരെ കൊണ്ടും അത് കഴിഞ്ഞ് CBI കൊണ്ടും അന്വേഷിപ്പിച്ചു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ല. ജലരേഖ പോലുള്ള ആരോപണങ്ങളായി സോളാർ കേസ് മാറുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ അസുഖവും മരണവും സംഭവിക്കുന്നത്. മരണശേഷവും ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം LDF-ന്റേതാണെന്ന് പറയുന്ന സമീപനമാണ് പിന്നീട് പിണറായി വിജയൻ സ്വീകരിച്ചത്. ഇതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് കേരളക്കര കണ്ടത്. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ട്രയൽ റണ്ണിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ജീവിത ശുദ്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ഏജൻസിയായ CBI കൊണ്ട് അന്വേഷിപ്പിച്ച് ആരോപണം സത്യവിരുദ്ധമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായാണ് CBI പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നതെന്നും അപ്രകാരമുള്ള ഒരു അന്വേഷണം വഴി ഉമ്മൻചാണ്ടിയുടെ ജീവിതശുദ്ധി തെളിയിക്കുന്നതിന് അന്വേഷണമിട്ട് സഹായിച്ച ആളാണ് പിണറായി വിജയനുമെന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ് കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വരുന്ന സന്ദേശങ്ങൾ. രോഗശയ്യയിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രോഗവിശേഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും കേൾവിക്കാർ അത്ഭുത സ്തംഭരായി. സരിത കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ശിവരാജനും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു എന്ന് മാത്രമേ ചാണ്ടിയുമ്മൻ പറയാതിരുന്നുള്ളൂ എന്നും ചാണ്ടിയുമ്മന് നേരെ പരിഹാസമുയരുന്നുണ്ട്. സോളാർ ലൈംഗിക പീഡന പരാതിയിൽ ഇടതുമുന്നണിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPM നേതാക്കളിൽ നിന്ന് ഹീനമായ ആക്രമണം നേരിട്ടയാളാണ് ഉമ്മൻചാണ്ടി. കേസിലെ പ്രതിയായ വനിതയുടെ ആരോപണം ഉയർത്തിപ്പിടിച്ച് ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യാൻ CPM നേതാക്കൾ അക്കാലത്ത് മത്സരിക്കുകയായിരുന്നു. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ CPM മുഖപത്രമായ ദേശാഭിമാനിയും പാർട്ടിയുടെ ചാനലായ കൈരളി പീപ്പിളും അധിക്ഷേപകരമായ വാർത്തകളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പുറത്തുവിട്ടത്. CPM രീതി പിന്തുടർന്ന് പത്രം കത്തിക്കാനോ ചാനൽ ബഹിഷ്കരിക്കാനോ ഒന്നും ഉമ്മൻചാണ്ടിയോ അദ്ദേഹത്തിന്റെ അനുയായികളോ പോയിട്ടില്ല. ജനാധിപത്യ സമൂഹത്തിൽ പുലർത്തേണ്ട സഹിഷ്ണുത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ അധിക്ഷേപങ്ങളെയെല്ലാം നേരിട്ടത്. കാലം തന്നെ തെറ്റുകാരനെന്ന് വിധിക്കില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. ആക്ഷേപങ്ങളെ സധൈര്യം നേരിടാൻ ഉമ്മൻചാണ്ടിക്ക് കരുത്ത് നൽകിയതും അതുതന്നെയാണ്. ഒടുവിൽ ആരോപണം ഉന്നയിച്ചവർക്കെല്ലാം CBI അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മൗനം പാലിക്കേണ്ടി വന്നു. ചാണ്ടിയുമ്മന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് അനുകൂല അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം എഴുതിയ കത്തും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്.